ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ചുമര് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നിലമൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ നിലം ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മൾ എപ്പോഴും ചിലപ്പോൾ ചുമര് ക്ലീൻ ചെയ്തിട്ട് വരുന്നില്ല. പിന്നെ നമ്മൾ എന്നും കുളിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകിയൊന്നും വരില്ല. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാനുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ എന്തായാലും ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ഈ സോപ്പും പതിയൊക്കെ ഇരുന്നിട്ട് ആകെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും ബാത്റൂമിലൊക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഇതേപോലത്തെ അവസ്ഥ വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെടുത്ത് 2 ദിവസം കൂടുമ്പോൾ എടുത്ത് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയൊക്കെ ഇതേ നല്ലോണം പോകട്ടെ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ സാധനങ്ങൾ മാത്രം മതി കേട്ടോ, നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട. അപ്പം ഞാൻ ദേ ഒരു പാത്രം 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ദേ കുറച്ച് 1/2 കപ്പിന് നമ്മൾക്കൊരു 1/4 പാകം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ദേ സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഈ എടുത്ത വെള്ളത്തിൻ്റെ പകുതി ആയിട്ട് ഞാൻ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര വെള്ളം എടുക്കണമെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ പകുതി നിങ്ങളിത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ, വിനാഗിരി ഒഴിച്ചു കൊടുത്തോളൂ. പിന്നെ അതേ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ അതേ ഉപ്പിൻ്റെ ഒപ്പം നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടിയും ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഞാൻ ദേ കുറച്ച് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടീസ്പൂൺ നിറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോപ്പ് പൊടി ഏത് ബ്രാൻഡിൻ്റെ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഏത് സോപ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ സോപ്പ് പൊടി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലിക്വിഡ് ഇല്ലേ, സോപ്പിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നല്ലോണം ഇതൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വീട്ടിലുള്ള ഏത് സാധനമായാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് നമ്മുടെ ഈ സോപ്പും പൊടിയും പിന്നെ ഉപ്പും വിനാഗിരിയും എല്ലാം കൂടിയിട്ട് നന്നായി തന്നെ മിക്സ് ആവണം കേട്ടോ. മിക്സ് ആയിട്ട് വേണം നമുക്കിത് ഒഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് സോപ്പും പൊടി ആയ കാരണം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അത് നലിഞ്ഞ് സെറ്റ് ആവണ്ടേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആണെങ്കിൽ നിങ്ങൾ ലിക്വിഡ് ഉപയോഗിച്ചോളൂ കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് അലിയാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, എല്ലാം തന്നെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ നമ്മൾ ബാത്റൂം കഴുകാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്പ്രേ ബോട്ടിൽ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിന് ഹോൾ കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മൂടിയിൽ ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴുകാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ സ്പ്രേ ബോട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ സ്പ്രേ ബോട്ടിലായ കാരണം തന്നെ ഞാൻ ഇതേപോലത്തെ കുപ്പിയിൽ മൂടിയിൽ ഓട്ട തുളച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കഴുകാനും ഈസിയാണ്. ബാത്റൂമിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. കണ്ടില്ലേ കറകളൊക്കെ ഒട്ടി പിടിച്ചിരിക്കുന്നത്, എന്തായാലും സോപ്പും പതയൊക്കെ ഒട്ടി പിടിച്ചിരിക്കും. നമ്മൾ എന്തായാലും അന്നുള്ള കഴുകലൊന്നും ഉണ്ടാവില്ല. നിലം എന്ന് കഴുകുക വെച്ചാലും ചെമ്പിരി കഴുകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ തന്നെ കഴുകുള്ളൂ. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ചെമ്പിരി നരച്ചതിന് ശേഷം ഈ ലിക്വിഡ് അങ്ങോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ടൈലിൻ്റെ ഗ്യാപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ചോളൂ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഉരയ്ക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ളൊരു ബ്രഷാണ് ഞാനെടുത്ത് ഉരയ്ക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും നല്ലോണം ക്ലീൻ ആവും കേട്ടോ, അടിപൊളിയായിട്ട് ക്ലീൻ ആവും. ഇപ്പോൾ നോക്കിയാൽ ആദ്യത്തേക്കാളും നല്ലോണം ക്ലീൻ ആയില്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അധികം നേരം ഇങ്ങോട്ട് ഉരച്ച് പ്രസ് ചെയ്യൊന്നും വേണ്ട. ഈ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രഷ് എടുത്തൊന്ന് നന്നായി ഉരച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാത്റൂം നല്ലോണം ക്ലീൻ ആവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ എന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്, അത്രയും ക്ലീൻ ആയിട്ടുണ്ട്. ആദ്യം അങ്ങനെയല്ല, മൊത്തത്തിൽ അങ്ങോട്ട് കറ പിടിച്ചിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ലോണം ക്ലീൻ ആവും കേട്ടോ. പിന്നെ നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ. സോപ്പും പൊടി ആയ കാരണം ഇതുപോലെ നമ്മൾക്ക് ഈ മോൾ ഭാഗങ്ങളിലൊന്നും നമ്മൾ അന്നന്ന് ഡെയിലി ഇങ്ങനെ കൈയെത്തിന്ന് വരില്ല. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ മുകളിലേക്കൊക്കെ എത്തി ടൈല് ഭാഗങ്ങളൊക്കെ നന്നായി ഉരച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. കണ്ട ഉരയ്ക്കുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും നമ്മുടെ ഈ സോപ്പും പതയുടെ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നന്നായി പോകട്ടോ. ഉരച്ച് കുറേ നേരം ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ടൈലിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ്
ലാപ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ പഴയതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ബ്രഷ് കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ മൊത്തം അഴുക്ക് പൂട്ടാ കണ്ടില്ലേ. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.